പവിത്ര സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധ വർക്ക്ഷോപ്പിലെത്തി വിക്രമിനോട് താൻ അവളെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിന്നെയും കൊല്ലും ഞാനും ചാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടാര വിക്രമിന് നേരെ നീട്ടുന്നുണ്ട്. അങ്ങനെ വിക്രം കടാര പിടിച്ചു വാങ്ങിക്കൊണ്ട് പറയുകയാണ്, നീ ആദ്യം എന്നെ കൊന്നോ, എന്ന ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാകുമല്ലോ. കടാരയിൽ നിന്ന് വിടൂ വിക്രം, നിനക്കെന്തീ പറ്റിയാൽ ഞാനേ കാണൂ, അല്ലാതെ ജഡ്ജിയുടെ മകളുണ്ടാവില്ല എന്നൊക്കെ രാധ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. രാധെ, ഞാൻ ഇതുവരെ നിന്നോട് അങ്ങനെയൊന്നും എന്നൊക്കെ വിക്രം പറയാൻ തുടങ്ങുന്ന സമയത്താണ് ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നത്. ആ കാറിൽ നിന്ന് വിനായകൻ ഇറങ്ങുന്നുണ്ട്. അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ സാറേ എന്ന് വിനായകൻ വിളിക്കുന്ന സമയത്ത് കാറിൽ നിന്ന് ശ്രീകാന്ത് ഇറങ്ങുകയാണ്. ഒരു ബാഗും എടുത്തുകൊണ്ടാണ് ശ്രീകാന്ത് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പെങ്ങളെ വേണം, അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ദേശമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എന്നെ ജയിലിലാക്കി, പക്ഷേ എന്നെ ജയിലിൽ നിന്ന് അവൾ മോചിപ്പിച്ചു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾ അവിടെ നിന്ന് പോകണം തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. നീ 2-3 വർഷം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അവസാനം നിന്റെ അടുത്ത് നിന്ന് മനസ്സുമെടുത്ത് വേദ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഓഹോ, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ വെറുതെ പോകണ്ട, ഇത് 10 ലക്ഷം രൂപയുണ്ട്. ഈ പണവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് നീ പോകണം. എന്നാലും പെങ്ങൾക്ക് വിലയിടുന്ന നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഉളുപ്പില്ലാതെ വിലയിട്ട് പണവുമായി വരുമ്പോൾ ഞാൻ എന്തിനിങ്ങനെ കുറയ്ക്കണം? എന്തായാലും ഇങ്ങ് തന്നേക്ക് എന്ന് പറയുകയാണ് വിക്രം. അങ്ങനെ ആ പണം വിക്രമിന്റെ കയ്യിൽ കൊടുത്ത് ശ്രീകാന്ത് പോകുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് വിനയന് ഒരു ജയിച്ച മട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം പോയതിനു ശേഷം രാധ പറയുന്നുണ്ട്, എന്റെ കൂടെയാണ് ദൈവം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നേരം വിക്രം, നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വിക്രമേട്ടനോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ. എന്റെ കൂടെയാണ് ദൈവം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നൊക്കെ രാധ പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് വിക്രമേട്ടനെ ഞാൻ നാട് കടത്തി വിടാൻ സമ്മതിക്കില്ല, ഞാൻ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ രാധ ഓട്ടോയിൽ കയറി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീജേച്ചി വിമലാമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വേദ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീജേച്ചി, ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു, ഞാനും ചെയ്യട്ടെ? മോളെ, നീ അതൊന്നും ചെയ്യേണ്ട എന്നൊക്കെ കമലാമ്മ പറയുന്നുണ്ട്. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, അച്ഛന് അച്ഛൻ്റെ വസ്ത്രങ്ങളല്ല അമ്മ അലക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ശ്രീജേച്ചി ആരുടെ വസ്ത്രങ്ങളാണ് അലക്കുന്നത് എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. അതിവിടെയുള്ള മറ്റുള്ളവരുടെയൊക്കെ എന്ന് ശ്രീജ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീജേച്ചിയുടെ കൂടെ അലക്കാൻ കൂടാമല്ലോ എന്നൊക്കെ വേദ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് അവിടേക്ക് നന്ദിനി വരുന്നത്. അല്ല, നീ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണോ? നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുടെ വസ്ത്രങ്ങളെല്ലാം അച്ഛനാണ് അലക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിനി. സൗകര്യമുള്ള വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് കമലാമ്മ മറുപടി പറയുന്നുണ്ട്. എന്റെ വീട്ടിൽ എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഞാൻ തന്നെയാണ് അലക്കുന്നത് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. അത് വാഷിംഗ് മെഷീനിലായിരിക്കും എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ, സൗകര്യമുള്ള വീട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ എന്ന് കമലാമ്മ മറുപടി പറയുന്നുണ്ട്. രാധി, ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി നന്ദിനിയെ നോക്കുകയാണ്. അല്ല, എനിക്ക് വേദയോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോൾ മാറി, അതുപോലെ എല്ലാവരും മാറും എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട്. ആ സമയം എന്തോ ഒരു പന്തികേട് വേദയ്ക്ക് തോന്നുകയാണ്. പെട്ടെന്ന് നന്ദിനിയടുത്ത് ഇങ്ങനെ മാറണമെങ്കിൽ എന്തോ ഉണ്ട് എന്ന് വേദ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നന്ദിനിയടുത്ത് എന്തോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം വർഷയും ദീപ്തിയും കൂടി ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് മുത്തശ്ശിയും പത്മിനിയും അങ്ങോട്ട് വരുന്നത്. എന്താ, രണ്ടുപേരും നല്ല ആലോചനയിലാണല്ലോ. മുത്തശ്ശി, ആ ഗുണ്ടയ്ക്ക് ക്യാഷ് കൊടുത്ത് ഒതുക്കാൻ വേണ്ടി പോയതാണ് ശ്രീകാന്തേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത്, ശ്രീകാന്ത് കൊടുത്ത പണം ഒരിക്കലും വിക്രം സ്വീകരിക്കില്ല. വിക്രമിന്റെ മനസ്സിൽ നന്ദിയും കാരുണ്യവും ഉള്ളത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വേദി വിവാഹം കഴിക്കാൻ വിക്രമിനെ നിശ്ചയിച്ചത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അന്നേരം അങ്ങോട്ട് ശ്രീകാന്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മുത്തശ്ശിയുടെ ചിന്തയൊക്കെ തെറ്റാണ്. ഞാൻ ആ വിക്രമിന്റെ കയ്യിൽ പണം കൊടുത്തിരുന്നു, എന്നിട്ട് അവന്റെ കണ്ണു മഞ്ഞളിച്ച് ആ പണമെല്ലാം അവൻ വാങ്ങിച്ചു. എന്തായാലും വേദ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമം. ഇത്രയും വലിയ നെറികെട്ടവന്റെ കൂടെയാണല്ലോ വേദമോൾ എത്തിപ്പെട്ടത് എന്ന് ആലോചിച്ച് ആകെ സങ്കടപ്പെടുകയാണ് മുത്തശ്ശി. എവിടെയാണ് ദൈവത്തിന് തെറ്റിയതെന്നൊക്കെ ചിന്തിക്കുകയാണ് മുത്തശ്ശി. എന്നാൽ ദീപ്തി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. വർഷേച്ചിയുടെ പ്രസവ ചടങ്ങാകുമ്പോഴേക്കും വേദിച്ച് തിരിച്ചു വരുമ്പോൾ ബന്ധുക്കളുടെ വായ അടുപ്പിക്കാലോ എന്നൊക്കെ പറയുകയാണ് ദീപ്തി. അങ്ങനെ വർഷയും കൂട്ടി ശ്രീകാന്ത് അകത്തേക്ക് പോകുമ്പോൾ പത്മ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ക്യൂടെക്സ് ഇട്ടിരിക്കുന്ന നന്ദിനിയാണ്. ആ സമയം അവിടേക്ക് ഓട്ടോ നിർത്തി ഓടി വരികയാണ് രാധ നന്ദിനിയെടുത്തി എന്ന് വിളിച്ചുകൊണ്ട്. എന്താ രാധേ, നീ വലിയ സന്തോഷത്തിലാണല്ലോ? അതെ, ഞാൻ വളരെ സന്തോഷത്തിലാണ് നന്ദിനിയെടുത്തി. അമ്മയോട് എനിക്ക് ആദ്യം ഈ കാര്യം പറയണം. അങ്ങനെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ടെറസിന്റെ മുകളിലോട്ട് ഓടിപ്പോവുകയാണ് രാധ. അമലാമ്മയാണെങ്കിൽ രാധയെ കണ്ടതും മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. അല്ല അമ്മേ, ഇവിടെ നിൽക്കുകയാണോ? എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മയും ശ്രീജയും താഴോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയം വേദ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ എത്ര സന്തോഷം? നിന്റെ വിവാഹം നിശ്ചയിച്ചോ? അതെ, എൻ്റെ വിവാഹം നിശ്ചയിച്ചു. ഞാൻ എന്തായാലും മൊബൈലിൽ ക്ഷണക്കത്ത് അയക്കേണ്ട. ഊണ് കഴിക്കാൻ വരണം കേട്ടോ എന്നൊക്കെ വേദയെ കളിയാക്കിക്കൊണ്ട് രാധ പറയുന്നുണ്ട്. ഓ ശരി, വരാമല്ലോ എന്ന് വേദ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീജയും കമലാമ്മയെയും താഴോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
ഈ സമയം വേദ അവളെ വിരിച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയം നന്ദിനിയെടുത്തി അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ട്. ആ സമയം എന്താ രഹസ്യം എന്ന് നന്ദിനിയും ചോദിക്കുന്നുണ്ട്. ഞാൻ വിക്രമിനെ ഈ നാട് വിടാൻ പോവുകയാണ്. എന്തായാലും 2 വർഷം വിക്രം ഈ നാട്ടിൽ കാണില്ല. അതുകൊണ്ട് തന്നെ വിക്രമിൻ്റെ കൂടെ ഞാനും പോവുകയാണ്. ഞാൻ അവൻ്റെ കൂടെ എന്തായാലും പോകും. വിക്രമിനെ ഒരിക്കലും എന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് രാധ. എന്ത്, അവൻ വീട് വിട്ടു പോകാനോ? അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് കമലാമ്മ പറയുന്നുണ്ട്. അമ്മ എന്ത് വേണമെങ്കിൽ കരുതിക്കോളും. ഞാൻ എന്തായാലും വിക്രമേട്ടൻ പോകുമ്പോൾ വിക്രമേട്ടൻ്റെ കൂടെ പോകും. അമ്മയോട് പറയാതെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ രാധ നാണത്തോടെ പറയുന്നുണ്ട്. എന്താ നടന്നത്, എന്തായാലും തെളിയിച്ച് പറ എന്നൊക്കെ പറയുന്നുണ്ട് കമലാമ്മ. അങ്ങനെ ശ്രീകാന്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ രാധ എല്ലാവരോടും പറയുന്നുണ്ട്. ഈ സമയം കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ കുട്ടിയോട് ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. അവൻ അതിനു വേണ്ടി ഒരിക്കലും പണം വാങ്ങില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയം ശ്രീജ പറയുന്നുണ്ട്, നീ എന്തൊക്കെ കള്ളം വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഇതുപോലുള്ള കഥകളൊന്നും തമാശയായിട്ട് ഇവിടെ അവതരിപ്പിക്കരുത്. എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കമലാമ്മ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിക്രം ആ ബാഗിലെ പണവുമായിട്ട് ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വിക്രം അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ കമലാമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ വേദ തുണി വിരിച്ചിടുകയാണ്. ആ സമയം വിക്രം ആ പണവുമായിട്ട് വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടി വേതാളമ്മേ, നീ എന്താണ് കരുതിയത്? നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് കരുതി ഈ വിക്രമിനെ വിലക്കെടുക്കാമെന്നോ? പക്ഷെ നിന്റെ അച്ഛന് തെറ്റി. നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് പണമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാമായിരുന്നു. അല്ലാതെ എനിക്കല്ലായിരുന്നു തരേണ്ടത്. ഒരു പെണ്ണിന് വിലയിടാൻ മാത്രം വിക്രം വളർന്നിട്ടില്ല. പെണ്ണിനോ അതിൻ്റെ മാനത്തിന് വിലയിടാൻ ഞാനായിട്ടില്ല. അതുകൊണ്ട് ഇതാ നിന്റെ അച്ഛൻ തന്ന പണം നിന്റെ അച്ഛൻ്റെ മുഖത്ത് കൊണ്ടുപോയി വലിച്ചെറി. അങ്ങനെ വേദയ്ക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. എനിക്ക് വിലയിട്ടില്ല തൻ്റെ അച്ഛനെന്ന് ഓർത്തപ്പോൾ വേദയ്ക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടു കൂടി വേദ ആ റൂമിൽ പോയി വാതിലടക്കുകയാണ്. അങ്ങനെ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ പണമുണ്ടാകും. ആ സമയം ശ്രീജയും കമലയും തമ്മിൽ പറയുന്നുണ്ട്, ആ കുട്ടി എങ്ങാനും ഇനി വീട് വിട്ടു പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ കഥക് തുറക്കുന്നുണ്ട്. ആ സമയം എല്ലാവരും കൂടി വേദയെ പ്രതീക്ഷയോട് കൂടി നോക്കുകയാണ്. ഇനി അവളെങ്ങാനും തിരികെ പോകുമോ എന്ന ഭയത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ രാധയും നന്ദിനിയും എല്ലാം അവൾ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന അവസ്ഥയിലാണ്.